വിനയ് ഫോർട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2024 പുറത്തിറങ്ങിയ ഒരു മൂവിയായിരുന്നു പെരുമാനി എന്നുള്ളത്. തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു മൂവി ഇപ്പം ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട് OTT. സോ കുറച്ച് ഗുഡ് വേർഡ്സ് ഒക്കെ ആ പടത്തെ പറ്റി കേട്ടപ്പോൾ ഐ ഡിസൈഡ് ടു ഗിവ് ഇറ്റ് എ ഗോ. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ പെരുമാനി. സോ ഈ പടം പെരുമാനി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തെ പറ്റിയും അവിടുത്തെ കുറച്ച് ആൾക്കാരെ പറ്റിയൊക്കെ പറയുന്നൊരു മൂവിയാണ്. ഒരു കുഞ്ഞിരാമായണം ട്രാക്കിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നാട്ടുകാരുടെ വിശ്വാസങ്ങൾ, അവരുടെ അന്ധവിശ്വാസങ്ങൾ, അവരുടെ ഇടയിലുള്ള ഡൈനാമിക്സ്, അതൊക്കെയാണ് ഈ പടം പറഞ്ഞു പോകുന്നത്. ഒരു 2.25 മണിക്കൂറാണ് ഈ പടത്തിന് റൺ ടൈം. സോ എനിക്ക് പേഴ്സണലി ഒട്ടും തന്നെ ബോറടിക്കാതെ കണ്ടുപോയൊരു പടമായിരുന്നു ഇത്. അതായത് കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിരുന്നു. ഇപ്പോൾ ഓരോ കഥകൾ പറയുമ്പോഴും, ഇപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം വന്ന കഥ പറയുമ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളെ എക്സൈറ്റഡ് ആക്കി നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ മൂവി. ഇപ്പോൾ എല്ലാവരുടെ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു ലെവലിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അഗെയിൻ ദിസ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ പേഴ്സണൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചിലവർക്ക് ഈ പടം ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു മൂവി ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞിരാമായണം പടം കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഡംബായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഡംബായിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് എടുക്കുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഡിസിഷൻസ് കാരണം കുറേ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നു. കൈൻഡ് ഓഫ് എ ബട്ടർഫ്ലൈ എഫക്റ്റ്. ആ രീതിയിൽ ഈ പടവും വരുന്നുണ്ട്, പല ഡിസിഷൻസും സംഭവങ്ങളൊക്കെ. അപ്പോൾ മേജറായിട്ടൊരു പ്ലോട്ട് പറയാനാണെങ്കിൽ ഒരു ബംഗാളി നാട്ടിൽ വരികയാണ്, അയാളെ വിശുദ്ധനായി ഒരു കണക്കാക്കുകയാണ്. സോ അത് ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. ഒരുപാട് ചിരിക്കാനുണ്ട്, ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഈ പടത്തിലുണ്ട്. ഐ വുഡ് സേ ഗിവ് ഇറ്റ് എ ഗോ. എനിക്ക് ഒന്ന് ആദ്യത്തൊരു അരമണിക്കൂർ നിങ്ങൾക്ക് ഇത് ട്രാക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് കാണണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം പിന്നീട് അങ്ങോട്ടും ആ ഒരു മോഡൽ തന്നെയാണ് പടം മൊത്തം. ആദ്യത്തെ അരമണിക്കൂർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് യു ഗോണ ലൈക്ക് ദിസ് മൂവി. ഒരുപാട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് ഓൾ എൻജോയബിൾ ഫോർ മീ. മ്യൂസിക് ആസ് എ വെരി ഗുഡ് മ്യൂസിക്. ഇപ്പോൾ ഗോപി സുന്ദറാണ് ഒരു മ്യൂസിക്, അത് ആളുടെ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയത് ഈ പടത്തിൽ. സോ ഐ വുഡ് സേ ഗിവ് ഇറ്റ് എ ഗോ. ദിസ് എ യുണീക്ക് അറ്റംപ്റ്റ്, ഇറ്റ്സ് എ വെരി ഡെയറിങ് അറ്റംപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഗിവ് ഇറ്റ് എ ഗോ. ഐ ലൈക്ക് ഇറ്റ്.